ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേസ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബെനോജോയി. പ്രധാന വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. ആനപ്പെട്ടകൊങ്കലിൽ 12 വീടുകൾ തകർന്നു, മരങ്ങൾ കടപുഴകി, വൈദ്യുത ബന്ധവും തകരാറിൽ. PC ജോർജിനും KB ഗണേഷ് കുമാർ MLAക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മാണി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്. സരിതയുടെ കത്തിന്റെ ഉറവിടം പത്തനാപുരത്തെന്നും ബെന്നി കക്കാട്. PJ ജോസഫിനെ പാർട്ടി ചെയർമാനാക്കി കേരള കോൺഗ്രസ് എം നിലവിലെ പ്രതിസന്ധി തരണം ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം. കേരള കോൺഗ്രസ് B അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണ അവസ്ഥയിലെന്നും കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മോഹനൻ പിള്ള. വാർത്തകൾ വിശദമായി. കനത്ത കാറ്റിലും മഴയിലും ആനപ്പെട്ടകൊങ്കലിൽ വ്യാപക നാശനഷ്ടം. 12 വീടുകൾ തകർന്നു, റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. ഒരു വീട് പൂർണ്ണമായും 11 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ആനപ്പെട്ടകൊങ്കൽ ചാക്കേറ്റ് വീട്ടിൽ വിജയമ്മയുടെ വീടാണ് പൂർണ്ണമായി തകർന്നത്. വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ കനത്ത കാറ്റിൽ തകർന്നുപോയി. ഷൈജു ഭവനിൽ ലീല, തോട്ടത്തിൽ രാജീവ്, സിന്ധു ഭവനിൽ ശ്യാം, വനിതാ ഭവനിൽ പുഷ്പാങ്കദൻ, പ്ലാവിള വീട്ടിൽ സിന്ധു, അജി ഭവനിൽ പരമേശ്വരൻ, അജിത് ഭവനിൽ മോഹനൻ, ചരുവിള വീട്ടിൽ ശൈലജ,
തെക്കേവിള വീട്ടിൽ സുജാത എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി തകർന്നിട്ടുള്ളത്. ഞായറാഴ്ച വൈകുന്നേരം വീശിയടിച്ച കനത്ത കാറ്റിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും താറുമാറായി. നൂറുകണക്കിന് റബ്ബർ മരങ്ങളാണ് കടപുഴകി വീണത്. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി നാശനഷ്ടത്തിന്റെ കണക്കുകൾ ശേഖരിച്ചു. വ്യാപകമായ കൃഷിനാശവും പ്രദേശത്തുണ്ടായിട്ടുണ്ട്. തമ്മല പഞ്ചായത്തിലെ 8ാം വാർഡിൽ ആനോട്ടോങ്കൽ എന്ന് പറയുന്ന ഈ ഗ്രാമം ഏതാണ്ട് ഒരു 10-60 വർഷത്തെ പഴക്കമുള്ള ഒരു സ്ഥലമാണ്. കുടിയേറ്റ മേഖലയാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലൊരു പ്രകൃതി ദുരന്തം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഏകദേശം ഒരു 4 മണിയോടുകൂടി അടിച്ച ആ ഒരു ചുഴലിക്കാറ്റ് വ്യാപകമായ കൃഷിനാശമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. റബ്ബർ മരങ്ങളും ഫലവൃക്ഷങ്ങളുമായിട്ടുള്ള നിരവധി മരങ്ങൾ ഇവിടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഗ്രാമത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നത്. പല വീടുകളുടെയും ഭാഗികമായി പല വീടുകളും തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. സംഭവം ഒരു 10 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിന്നതുമില്ല. അത് കഴിഞ്ഞ് ശാന്തമായി. വൈദ്യുതി ബന്ധവും പല പോസ്റ്റുകളും തകരാറായി കിടക്കുകയാണ്. അത് ഇനി നല്ല ഒരു നഷ്ടം ആ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. കൃഷിഭവനിൽ ഇതിനെ ഈ കൃഷിനാശം സംഭവിച്ചതിനെ പറ്റിയുള്ള നഷ്ടക്കണക്കുകൾ അപേക്ഷകൾ ഈ ഇവിടുത്തെ ഗ്രാമവാസികൾ കൊടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മതിയായ നഷ്ടപരിഹാരം ഉണ്ടാകൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ബി ശിവദാസൻ പിള്ള ലൈവ് വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ കുടിവെള്ള വിതരണം, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നിയമനം എന്നീ വിഷയങ്ങളിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്ത അവസ്ഥയാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സഹകരണ ബാങ്കുകളും സന്നദ്ധ സംഘടനകളും ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. പുതിയ ബ്ലോക്കുകൾ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഫാർമസി ലാബുകൾ എന്നിവയുടെ വികസനത്തിന് പോലും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ എംപിമാർ പോലും യാതൊന്നും ചെയ്യുന്നില്ലെന്ന് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ബി ശിവദാസൻ പിള്ള ആരോപിച്ചു. കെട്ടവും വെച്ചു, പ്രത്യേക ലൈനും വെച്ചു. പക്ഷേ ലൈനിൽ വെള്ളമില്ല. പൈപ്പ് ലൈനിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വെള്ളം തരാം. നമുക്കൊരു പ്രത്യേക ലൈൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു വിഷമത്തിലാണ്. പകരം ഇപ്പോഴും വണ്ടിയിൽ അടിച്ചുകൊണ്ടിരിക്കുക വെള്ളം. അതൊരു പ്രയാസമുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഒന്നും താലൂക്ക് ആശുപത്രിക്ക് വേണ്ടുന്ന ഡോക്ടർമാരെ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു മതിയായ പരിഗണന ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ടുന്ന പരിഗണന തരുന്നില്ല. ജനപ്രതിനിധിയായിട്ടുള്ള പീതാംബരക്കുറിപ്പ് ഒരു പൈസ എന്നല്ല ഇപ്പോഴത്തെ MP തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ അത് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ 1 വർഷം ആകുകയാണ്. ഗവൺമെന്റ് പോലും അനുവദിക്കാത്ത കാഷ്വാലിറ്റി ബ്ലോക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. മുടങ്ങിക്കിടന്ന കുട്ടികളുടെ വാർഡും പേ വാർഡും നമ്മൾ പൂർത്തിയാക്കി അത് ആളുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ലാബിൽ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്നതിനോടൊപ്പമുള്ള എല്ലാ പരിശോധനകളും 24 മണിക്കൂറും നമ്മുടെ ലാബിൽ നിന്ന് സഹിതം ഉറപ്പാക്കിയിട്ടുണ്ട്. ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് ആക്കിയിട്ടുണ്ട്, എക്സ്റേ യൂണിറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഇനിയുള്ള പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊബൈൽ മുതൽ ഇപ്പോൾ നാട്ടുപ്രദേശത്ത് ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറ്റിയ ഒരു വലിയ എമൗണ്ടുകൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഫ്രീസർ വേണം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. PC ജോർജിനും KB ഗണേഷ് കുമാർ MLAക്കുമെതിരെ മാണി ഗ്രൂപ്പിന്റെ രൂക്ഷ വിമർശനം. സരിതയുടെ കത്തിന്റെ ഉറവിടം പത്തനാപുരമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും KLDC ചെയർമാനുമായ ബെന്നി കക്കാട്. കേരള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇനിയും അപവാദ പ്രചരണം നടത്തിയാൽ PC ജോർജിനെ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റും KLDC ചെയർമാനുമായ ബെന്നി കക്കാട് മുന്നറിയിപ്പ് നൽകി. കേരള കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ KM മാണി സാറിനും ഈ പാർട്ടി ശ്രീ PJ ജോസഫ് സാറിനും ശ്രീ ജോസ് കെ മാണിക്കും ഒക്കെ എതിരായി നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ, അവരെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ തുടർന്നാൽ ജില്ലയിൽ അദ്ദേഹത്തെ വഴി തടയുന്ന കാര്യത്തിലേക്ക് പാർട്ടി പ്രവർത്തകർ സജ്ജരാകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സരിതയുടെ കത്ത് ഗണേഷ് കുമാർ MLA പുറത്തുവിടണമെന്ന പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് MLA ഇനിയും മറുപടി പറഞ്ഞിട്ടില്ല. സരിതയുടെ കത്തിന്റെ ഉറവിടം പത്തനാപുരമാണെന്നും ഇതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ബെന്നി കക്കാട് ആവശ്യപ്പെട്ടു. ഇതിന്റെ എല്ലാം ആധാരം ഈ കത്തിന്റെയും സരിതയുടെ കത്ത് എവിടുന്ന് വന്നു, ആരുടെ കയ്യിൽ കൊടുത്തു, ആരാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ പത്തനാപുരത്തുകാർക്കറിയാം. പക്ഷേ അതിന്റെ കഴിഞ്ഞ കുറെ നാൾ UDFന്റെ ഭാഗമായി നിന്നതുകൊണ്ട് പത്തനാപുരം നേതാക്കൾ ഇത് മൂടി വയ്ക്കുകയാണ് ഉണ്ടായത്. ഇവിടെ സരിതയുടെ വിഷയം പറഞ്ഞു പിണറായി വിജയൻ അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ സരിതയുടെ കത്തിന്റെ ഉറവിടവും അതിന്റെ വിശദാംശങ്ങളും ഈ KB ഗണേഷ് കുമാർ പുറത്ത് പറയണം എന്ന്
നമ്മുടെ ബഹുമാനായ പിണറായി വിജയൻ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് കെ.ബി. ഗണേഷ് കുമാർ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതെന്താണ് മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ മുന്നണി പ്രവേശനം കാത്തു നിൽക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അത് വ്യക്തമാക്കണം. കെ.ബി. ഗണേഷ് കുമാർ ആ കത്തിനെ കുറിച്ച് മിണ്ടാതിരിക്കുകയാണ്. പത്തനാപുരത്ത് ജനങ്ങളെ കഴിഞ്ഞ 14 വർഷക്കാലമായി അദ്ദേഹം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ നാടകങ്ങൾ കാണിച്ചുകൊണ്ട്. ലൈവ് വാർത്ത പത്തനാപുരം. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഗൃഹനാഥനെ ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. ഇതിൽ പ്രതിഷേധിച്ച് ഗൃഹനാഥൻ മാവിള ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. എന്നാൽ ഇദ്ദേഹത്തിന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഭാര്യയും പ്രതികരിച്ചു. മാവിള അപ്പക്കാട്ട് പുത്തൻ വീട്ടിൽ രാജനാണ് 15 വർഷത്തോളം വിദേശത്ത് അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ സ്വത്തുക്കൾ ഭാര്യയും മക്കളും തട്ടിയെടുത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അന്തിയുറങ്ങാൻ ഇടമില്ലാത്തതിനാൽ മാവിള ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡിൽ പ്ലക്കാർഡുമായി കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് രാജൻ. മണിപ്പൂർ സ്വദേശിയാണ് രാജൻ. 5ാം വയസ്സിൽ മാവിള സ്വദേശിയായ ചാണ്ടിയും കുടുംബത്തിനും നാഗാലാൻഡിൽ വെച്ചാണ് രാജനെ ലഭിക്കുന്നത്. തുടർന്ന് അവർ നാട്ടിലെത്തിച്ച് രാജനെ കൂടെ നിർത്തി വളർത്തുകയായിരുന്നു. 17 വർഷം മുമ്പ് ചണ്ണപ്പേട്ട ചെരുവിൽ കുഞ്ഞച്ചൻ കുഞ്ഞമ്മ ദമ്പതികളുടെ മകൾ അജിമോളെ വിവാഹം കഴിച്ചു. തുടർന്ന് വിദേശത്ത് ജോലിക്ക് പോവുകയും പലപ്പോഴായി നാട്ടിലെത്തി വാങ്ങിയ വസ്തുക്കളും സ്വത്തുമാണ് ഭാര്യയും മക്കളും തട്ടിയെടുത്തതെന്നും രാജൻ ആരോപിക്കുന്നു. ഗൾഫിൽ പോയി കുറെ പൈസ സമ്പാദിച്ച് കുറെ വസ്തുക്കളൊക്കെ വാങ്ങി വന്നൊരു കല്യാണം കഴിച്ച് 10-12 വർഷം ഒരുമിച്ച് താമസിച്ചു. ഫാമിലിയായിട്ട് 2 പിള്ളേരുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം വെക്കേഷൻ വന്നു കഴിഞ്ഞ് ഒരു ദിവസം വൈകിട്ട് പെൺപിള്ള വന്നതിനോട് പറഞ്ഞു, ഈ വാങ്ങിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ വസ്തുക്കളെല്ലാം നിനക്കും കൂടെ ഉള്ളതാണ്, നിന്റെ പേരിൽ എന്തിനാ പ്രത്യേകം എഴുതി തരുന്നതെന്ന് പറഞ്ഞപ്പം ഇവിടെ എൻ്റെ വീടിനകത്ത് പൂട്ടിയിട്ടിട്ട് എൻ്റെ ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം കൂടെ എന്നെ വെടിപ്പിക്കാൻ വന്നപ്പോൾ അവരുടെ പേരിലും എല്ലാം പീഡനത്തിനും പിന്നെ എൻ്റെ പേരിൽ കുറേ പീഡന കേസുകളും ഗാർഹിക പീഡനവും ഏതാണ്ട് ഒത്തിരി കേസുകളും കൊടുത്ത് നിരന്തരമായിട്ട് പീഡിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 10-12 ലക്ഷം രൂപ വരെ എനിക്ക് ഒത്തിരി കടമുണ്ടായിരുന്നു. അവർ വസ്തുക്കളൊക്കെ വെച്ചിരുന്ന ആ കാശുകളെല്ലാം എടുത്ത് അത് കഴിഞ്ഞ് പോലീസിലെ കേസുകളും നിരന്തരമായിട്ട് ഫോൺ വിളികളും എപ്പോഴും ഭീഷണികളും നീ ഇവിടെ ഇറങ്ങിയാൽ നിന്നെ കൊന്നുകളയെന്ന് പറയും. അത് കഴിഞ്ഞ് ഇപ്പം ആ വീടും വസ്തുവും ഉള്ളത് എൻ്റെ പേരിലുള്ള വസ്തുവാണത്. അതിനകത്ത് എന്നെ കയറ്റത്തില്ല. വേറൊരു അടുത്ത ബന്ധു ഒരാളുടെ വീട്ടിൽ ആയിരുന്നു ഞാൻ കിടക്കുന്നത്. അവിടെയും ശല്യമെല്ലാം അവരുടെ ജനലാണ് അടിച്ചു പൊട്ടിച്ച് ഇപ്പം അവരും എന്നെ ഇവിടെ താമസിപ്പിക്കാൻ ഒക്കത്തില്ല, നീ ഇറങ്ങിപ്പോന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. 6 വർഷത്തോളമായി രാജനും ഭാര്യയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുകയാണ്. 5 വർഷമായി രാജനെ ഭാര്യയും മക്കളും വീട്ടിൽ കയറ്റാറില്ലെന്നും ഇത് സംബന്ധിച്ച കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അഞ്ചൽ പോലീസ് ശ്രമം നടത്തിയെങ്കിലും പിന്നീട് പരാജയപ്പെടുകയായിരുന്നെന്നും എന്തായാലും പ്രവാസിയായ ഒരാൾ വെയിറ്റിംഗ് ഷെഡിൽ കഴിയേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും നാട്ടുകാർ പറയുന്നു. 5 വർഷത്തിന് മുമ്പാണ് ഈ രാജനെന്ന് പറഞ്ഞ ആളിനെ ആ സ്ത്രീക്ക് വേണ്ടാന്നുള്ള ഒരു നിലയിലെത്തി. ആ നിലയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം അന്ന് തൊട്ട് ഇങ്ങനെ കേസും വഴക്കും ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. ഓരോ അവധിക്ക് വരുമ്പോഴും കോടതിയിൽ പോവും, പണമൊക്കെ കെട്ടിവെച്ചാൽ വെച്ച് അവിടെ നിന്ന് അങ്ങ് പോകും. അത് കഴിഞ്ഞ് ഈ നിന്ന വീട്ടിലെ 2 പേരും മരിച്ചുപോയി. അവരുടെ അനിയൻ്റെ ഒരു വീട്ടിലാണ് ഈ അവധിക്ക് വരുമ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ അനിയൻ്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു ദിവസം അവരുടെ ജനലൊക്കെ എറിഞ്ഞ് തകർക്കുകയൊക്കെ ചെയ്ത്. കാരണം ഈ രാജനെ അവിടെ നിർത്തിയിരിക്കുന്നു. അവർ കൊണ്ടുവന്ന് അഞ്ചൽ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തു. പോലീസ് അന്വേഷണമൊക്കെ നടത്തി, ആളിനെ ഒന്നും കണ്ടില്ല. അപ്പോൾ അവരുടെ കൂടെ ശല്യമായപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് ആ വീട്ടുകാർ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് വന്നതുകൊണ്ടാണ് ഈ രാജൻ ഇവിടെ വന്ന് ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്ന് രാവിലെ തൊട്ടേ ഇരിപ്പാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഈ രാജൻ നിന്ന വീട്ടിൽ നിന്ന് അവരിറക്കിയും വിട്ടു. ഇപ്പോൾ വേറെ എങ്ങും പോകാനെ കൊണ്ട് ഒരു ഇടമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നാട്ടുകാരും ഇതിൻ്റെ ഭരണാധികാരികളും ഗവൺമെൻറ്റും ഇടപെട്ട് ഒരു അന്യനാട്ടുകാരൻ കൊച്ചിലെ ഇവിടെ വന്നതാണ്. പക്ഷേ അത് അന്യനാട്ടുകാരനല്ലാതാണ് ഇവിടെ ജീവിക്കുന്നത്. അവന് കയറി കിടക്കാനോ ഈ വീട്ടിൽ താമസിക്കാനോ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നാട്ടുകാരുടേതായ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം.
എന്നാൽ രാജന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭാര്യ അജിമോൾ പറഞ്ഞു. 6 വർഷം മുമ്പ് രാജൻ വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ശേഷം മണിപ്പൂരിൽ പോവുകയും ബന്ധുക്കളെ കണ്ടുപിടിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടിലെത്തിയ ശേഷം സ്വത്തുക്കളെല്ലാം വിറ്റ് മണിപ്പൂരിൽ പോകണമെന്ന് പറഞ്ഞു അത്രേ. എന്നാൽ അജിമോളും മക്കളും അതിന് തയ്യാറായില്ല. ഈ ദേഷ്യത്തിൽ മാവിള ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന 1 ഏക്കർ 17 സെന്റ് സ്ഥലം വിറ്റ് ആ കാശുമായി പോവുകയായിരുന്നു. പിന്നെ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. മാവിള ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് രാജൻ നാട്ടിലുണ്ടെന്ന് തന്നെ അറിയുന്നതെന്നും അജിമോൾ പറഞ്ഞു. രാജനെ കബളിപ്പിച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നാട്ടിലുള്ള ചിലർ ശ്രമിക്കുന്നുണ്ട്. മുമ്പ് 1 ഏക്കർ സ്ഥലം വിറ്റതും അവരുടെ നിർദ്ദേശപ്രകാരമാണ്. വീണ്ടും സ്ഥലം വിൽക്കുവാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ തടയാൻ ശ്രമിച്ചതിന് പ്രതികാരമായി ഗുണ്ടകളുമായി എത്തി വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നു. തുടർന്ന് പുനലൂർ കോടതിയിൽ പരാതി നൽകുകയും കോടതി തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്തു. കൂടാതെ ഗാർഹിക പീഡനത്തിനുള്ള കേസ് കൊട്ടാരക്കര കോടതിയിൽ നടന്നുവരികയാണ്. ഇതിനിടയിൽ തങ്ങൾ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടെന്ന ആരോപണം ചിലരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്വത്തുക്കൾ പോലും തങ്ങൾ തട്ടിയെടുത്തിട്ടില്ല. എല്ലാ വസ്തുക്കളുടെയും പ്രമാണം രാജന്റെ പക്കൽ തന്നെയുണ്ട്. തങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ഉൾപ്പെടെ. തനിക്കും കുട്ടികൾക്കും ഇവിടെ നിന്നും ഇറങ്ങിയാൽ തലചായ്ക്കാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. കേസ് കോടതിയിൽ നടന്നുവരികയാണ്. കോടതി വിധിയെ തങ്ങൾ അനുസരിക്കുമെന്നും അജിമോൾ പറഞ്ഞു. അദ്ദേഹം മാവിളത്തെ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നത് 6 വർഷത്തിന് മുമ്പിട്ട് ഞങ്ങളെ കൊച്ചുങ്ങളെ ഉപദ്രവിച്ച് ഇവിടുന്ന് നാട് വിട്ടുപോയ മനുഷ്യനാണ്. ഞങ്ങളെ മാവിളയുള്ള കുറെ മോഹൻ മെമ്പറിന് സാബു അങ്ങനെ കുറെ ഗുണ്ടകളെ കൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഞങ്ങളെ ആക്രമിച്ച് ഉപദ്രവിച്ചിട്ട് ഇവിടുന്ന് നാട് വിട്ടുപോയ മനുഷ്യനാണ് 6 വർഷത്തിന് മുമ്പിട്ട്. ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങൾക്കോ ഞങ്ങൾക്ക് ഓരോ ചെലവ് പോലും തരാതെ കോടതിയിൽ നിന്ന് 2500 രൂപ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ പൈസ പോലും തരാതെ കോടതി അനുസരിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം ഞങ്ങളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ. ഇപ്പം ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് ഇവിടുന്ന് ഞങ്ങളെ ഇറക്കി ഈ വീടും വസ്തുക്കൾ കൊടുക്കാനുള്ള ഉദ്ദേശത്തിന്റെ ലാക്കോടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് വേറെ പോകാൻ നിവൃത്തിയില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കോ ഞങ്ങൾക്കോ 1 രൂപ പോലും വിദ്യാഭ്യാസത്തിന് ഈ കുഞ്ഞുങ്ങൾക്ക് ഇയാൾ കൊടുക്കുന്നില്ല. ഇനിയും ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട്. രാത്രി ചീത്ത വിളിയും ജനലിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിടുക, ഇവിടുന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്നും പറഞ്ഞുള്ള ഭീഷണി, നിരന്തരമായ ഭീഷണിയുണ്ട്. ഇതിന്റെ എല്ലാ കേസ് നിയമപരമായിട്ട് കോടതിയിലും കൊട്ടാരക്കര കോടതിയിലും ഫാമിലി കോടതിയിലും പുനലൂർ കോടതിയിലെല്ലാം ഇതിന്റെ കേസുകൾ നിലവിൽ നടക്കുന്നുണ്ട്. നിയമപരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കേസ് ഞങ്ങൾക്ക് അനുകൂലമാവുമെന്ന് കണ്ടപ്പോൾ ഇവര് രണ്ടും കൽപ്പിച്ച് ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും മനഃപൂർവ്വം പിന്നെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം.
കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്. SBT ATM സമീപം KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്. PJ ജോസഫിനെ പാർട്ടി ചെയർമാനാക്കി കേരള കോൺഗ്രസ് എം പ്രതിസന്ധി തരണം ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് C. മോഹനൻപിള്ള. കേരള കോൺഗ്രസ് B അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണ അവസ്ഥയിലാണെന്നും മോഹനൻപിള്ള ആരോപിച്ചു. പുനലൂർ രാജരോഹിണി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പുനലൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുകൾക്ക് എക്കാലവും പ്രസക്തിയുള്ള ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയിലെ UDF-ലെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് B അവർ കുഴിച്ച കുഴിയിൽ, അല്ലെങ്കിൽ അവർ ഉയർത്തിവിട്ട വിവാദങ്ങളിൽ അവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവരുടെ മന്ത്രിയെ സ്വന്തമായി പിൻവലിക്കണമെന്ന് അവരുടെ ചെയർമാൻ ആവശ്യപ്പെട്ട് പിൻവലിച്ച് പുറത്തായി പോയ ഗതികേടിലാണ് ആ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്ന് ആ പാർട്ടി UDF-ന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞു. മാണി ഗ്രൂപ്പും ഇന്ന് PC ജോർജിനെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. PC ജോർജ് ഉയർത്തിയിരിക്കുന്ന വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ബാർക്കോഴ പ്രശ്നങ്ങളും കേരള കോൺഗ്രസ് എം പാർട്ടിയെയും അണികളെയും ഒരു വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. കേരള യാത്ര നടത്തി KM മാണിയെയും മകനെയും കടന്നാക്രമിക്കാനുള്ള PC ജോർജിന്റെ ശ്രമങ്ങൾക്കു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. സെക്രട്ടേറിയറ്റും മന്ത്രിമന്ദിരങ്ങളും സന്ദർശിക്കാത്ത സാധാരണക്കാരായ ആയിരക്കണക്കിന് കേരള കോൺഗ്രസ് പ്രവർത്തകരെയും കുടിയേറ്റ മേഖലയിലെ അസംതൃപ്തരായ കർഷകരെയും തന്റെ പക്ഷത്തു നിർത്തി കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് PC ജോർജിന്റെ ലക്ഷ്യമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാനുമായ C. മോഹനൻപിള്ള ആരോപിച്ചു. കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്നും അനിവാര്യമായ ഘടകമാണ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും ശക്തിക്കും നിർണായകമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. വിഘടനവാദത്തിന്റെയും വർഗീയതയുടെയും വിളനിലമാകാൻ കേരളത്തിന് കഴിയാതിരുന്നത് കേരള കോൺഗ്രസ് എടുത്ത ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകളാണ്. അതിനുവേണ്ടി മഹാരഥന്മാർ രൂപീകരിച്ച പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്നും മോഹനൻപിള്ള അഭിപ്രായപ്പെട്ടു. KJ തോമസ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് MA വേണു, ജില്ലാ ജനറൽ സെക്രട്ടറി റോയി ഉമ്മൻ, നസറുള്ള, പുനലൂർ ഹരി, ഓമനക്കുട്ടൻ, വടമൺ ഗോവൻ, കൈപ്പള്ളി ഗോപകുമാർ, സുമാദേവി, ചെല്ലപ്പൻ പിള്ള, ഇടയം സുശീലൻ നായർ, സിന്ധു, D. യോഹന്നാൻ, B. ബഷീർ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ വിളക്കുമരം അമ്പിക്കോണം റോഡിന്റെ 1ാം ഘട്ടം പണി പൂർത്തിയായ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ വാർഡിന്റെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുരേന്ദ്രൻ വീണ്ടും ഈ റോഡിനെ സംബന്ധിച്ചുള്ള ഇവിടെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ഒരു ഉപകാരം എന്നുള്ള നിലയിൽ അവിടെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹത്തിന്റെ പൂർത്തീകരണമായി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും വേണ്ടത്. ഇനി ഈ റോഡിന്റെ പണിയെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ചു കാര്യങ്ങൾ കൂടി തീർക്കാനുണ്ട്. സ്വാഭാവികമായിട്ട് വരുന്ന ഭാഗത്ത് അതിന് വഴി വിട്ടുതരേണ്ടതായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് വാർഡ് മെമ്പർ നേതൃത്വത്തിൽ
ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ റോഡിന് ഇപ്പോൾ കഷ്ടിച്ചൊരു വാഹനം കടന്നു വരാനുള്ള സാഹചര്യമേ ഉള്ളൂ. നമുക്ക് 3 മീറ്റർ വീതിയെങ്കിലും ഏറ്റവും കുറഞ്ഞ ഉണ്ടാകണം. അത് എല്ലാ ഭാഗത്തും കിട്ടത്തക്ക നിലയിൽ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള നടപടികൾ ഉണ്ടാകണം. എങ്കിലേ നമുക്ക് വരും വർഷങ്ങളിൽ ഇതിന് പ്രോജക്റ്റ് വെച്ച് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ചെറുതന്നൂർ താഴെഭാഗം ജംഗ്ഷനിൽ കൂടിയ യോഗത്തിൽ വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷിജു ടി പിള്ള സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ DM സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി, വാർഡ് മെമ്പർ ചെല്ലപ്പൻ, ലൈലജ, അബ്ദുൾ ലത്തീഫ്, ഇടമൺ റെജി, രവീന്ദ്രൻ പിള്ള, B ശിവകുമാർ, M ജോസ്, നൌഷാദെ, മിനിമോൾ തോമസ്, ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ ചിറവൂർ വാർഡിലെ ലക്ഷം വീട് കോളനിയിൽ രോഗബാധിതനായ 3.5 വയസ്സുകാരൻ മിഥുന്റെ കുടുംബത്തിന് കുടുംബശ്രീ പ്രവർത്തകർ ധനസഹായം നൽകി. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് തുക സമാഹരിച്ച് നൽകിയത്. പള്ളിക്കുന്നംപുറം ലക്ഷം വീട് കോളനിയിൽ മായയുടെ മകൻ മിഥുന്റെ ചികിത്സയ്ക്കായി 3000 രൂപയാണ് കുടുംബശ്രീ പ്രവർത്തകർ നൽകിയത്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് 6 മാസമായി മിഥുൻ ചികിത്സയിലായിരുന്നു. മിഥുന്റെ ചികിത്സയ്ക്കായി നിർധന കുടുംബം ബുദ്ധിമുട്ടുകയായിരുന്നു. ഇതിനിടെ വൃക്കസംബന്ധമായ അസുഖവും പിടിപെട്ടു. ഇതിനെ തുടർന്ന് അക്ഷര കുടുംബശ്രീ പ്രവർത്തകർ സമാഹരിച്ച തുക കുടുംബത്തിന് കൈമാറുകയായിരുന്നു. മിഥുൻ എന്നാണ് മോന്റെ പേര് കേട്ടോ. ചിറവൂർ വാർഡിലെ പള്ളിക്കുന്നമ്പുറം പ്രദേശത്ത് മായ എന്ന അമ്മയാണിത്. അവൾക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അവൻ 6 മാസമായപ്പോഴല്ലേ 6 മാസം അതിലെ അവന് പ്രഷർ ഒരുപാട് കൂടുതലാവാറുണ്ട്. ഒരുപാട് പൈസ ചിലവുണ്ട്. ഇപ്പോൾ ഒരു 17-20 ദിവസത്തോളം ആശുപത്രി കിടന്നു. ഇപ്പം വീണ്ടും അവൾക്ക് ആശുപത്രി കൊണ്ടുപോകാൻ വീണ്ടും ബുദ്ധിമുട്ടുണ്ട്. കാര്യം കൂലിപ്പണിയെടുത്താണ് അമ്മയും മകളും ജീവിക്കുന്നത്. അതുകൊണ്ട് അക്ഷര കുടുംബശ്രീയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അവരുടെ അംഗങ്ങളും കൂടെ 3000 രൂപ ധനസഹായമായി കൊടുക്കാൻ. സോപ്പ് നിർമ്മാണം, ലോഷൻ നിർമ്മാണം, കരകൗശല നിർമ്മാണം എന്നിവയിലൂടെ ലഭിച്ച തുകയുടെ ലാഭവിഹിതമാണ് മിഥുന്റെ ചികിത്സയ്ക്കായി ഇവർ നൽകിയത്. അക്ഷര കുടുംബശ്രീ പ്രസിഡന്റ് അനീസ നിസാർ, സെക്രട്ടറി ലജ റോഷൻ, CDS ചെയർപേഴ്സൺ S അമ്പിളി, വാർഡ് മെമ്പർ റെജീല നൌഷാദ്, മറ്റു കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹുജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICTE അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NPPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ പുനലൂർ. ഫോൺ 0472227100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. 125 നമ്പർ ചെന്നിലമൺ SNDP ശാഖയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ യൂണിയൻ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. യൂണിയൻ വൈസ് പ്രസിഡന്റ് ആദങ്കോട് ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യൂണിയൻ യൂണിയൻ സെക്രട്ടറി B. ബിജു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് ഒരു തൊഴിൽ നൽകുക എന്നുള്ള ഒരു പദ്ധതി, അത് ഫീൽഡ് വർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫീൽഡ് വർക്കിനെ സംബന്ധിച്ച് അതിൽ പ്രാപ്തരായി കഴിവും നൈപുണ്യമുള്ള ആളുകളെ കണ്ടുപിടിച്ച ഒരു ശാഖയിൽ നിന്നും ശാഖാ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒരാളെ കണ്ടുപിടിച്ച് യൂണിയനിൽ തരുന്ന ലിസ്റ്റുകൾ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്നും ഓരോ ശാഖയിൽ നിന്നും ഈ 35 ശാഖയിൽ നിന്നും 35 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊരു തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. യൂണിയൻ ഭാരവാഹികളായ കുണ്ടയം ഷാജി, G. ആനന്ദൻ, G. തുളസീധരൻ, KK ശശീന്ദ്രൻ, S. സിൻസ്, ശാഖാ ഭാരവാഹികളായ B. സുധീരൻ, CV. സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ഭാരവാഹികൾക്ക് യോഗത്തിൽ സ്വീകരണവും നൽകി. തുടർന്ന് ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി CV. സോമരാജനെയും വൈസ് പ്രസിഡന്റായി K. സുശീലനെയും സുധീരനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. വനിതാ സംഘം പ്രസിഡന്റായി ബിന്ദുവിനെയും തെരഞ്ഞെടുത്തു. ലൈവ് വാർത്ത, പത്തനാപുരം. ആരംപുന്ന ആയിരവല്ലി അയ്യപ്പ ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം 15 മുതൽ 21 വരെ നടക്കും. മുൻ മന്ത്രി R. ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും. ചിരപുരാതനമായ ആരംപുന്ന ആയിരവല്ലി അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രഥമ ഭാഗവത സപ്താഹയജ്ഞമാണ് 15 മുതൽ 21 വരെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാഗവത ശ്രീ കോട്ടമുകൾ ശ്രീകണ്ഠൻ നായരാണ് യജ്ഞാചാര്യൻ. ചൊവ്വാഴ്ച രാവിലെ 7-ന് വിളംബര ദീപപ്രയാണ ഘോഷയാത്ര സംഘടിപ്പിക്കും. ആയിരവല്ലി ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച് ഇളമ്പൽ മഹാദേവ ക്ഷേത്രം, കൊട്ടാരം കിരാതമൂർത്തി ആയിരവല്ലി ക്ഷേത്രം, വിളക്കുടി ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രം, കമുകുഞ്ചേരി തിരുവളങ്ങോനപ്പൻ ക്ഷേത്രം, കാര്യറ പീടികയിൽ ഭഗവതി ക്ഷേത്രം, ഭരണിക്കാവ് ദേവി ക്ഷേത്രം, തൃക്കോതേശ്വരം മഹാദേവ ക്ഷേത്രം, മുഹൂർത്തിക്കാവ് ക്ഷേത്രം, പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ചെമ്മന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വഴി തിരികെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണിക്ക് നമ്മുടെ സപ്താഹത്തിന്റെ ഉദ്ഘാടനം ഒരു സാംസ്കാരിക സമ്മേളനത്തിലൂടെ നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പത്തനാപുരം താലൂക്ക് NSS യൂണിയന്റെ പ്രസിഡന്റ് ശ്രീമാൻ R. ബാലകൃഷ്ണൻ സാറ് സംബന്ധിക്കും. അദ്ദേഹമാണ് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സപ്താഹയജ്ഞ കൺവീനർ PA പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കും. K. ശിവശങ്കരപിള്ള സ്വാഗതം പറയും. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണന്റെ വടശ്ശേരി മഠം ഭദ്രദീപം തെളിയിക്കും. ചലച്ചിത്രതാരം സോന നായർ മുഖ്യ അതിഥിയായിരിക്കും. ശബരിമല മുൻ മേൽശാന്തി N. ബാലമുരളി, വാസ്തുശാസ്ത്ര താന്ത്രികൻ KB. അജിത്, പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു, BJP ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി MS. ശ്യാംകുമാർ, KG. ചന്ദ്രശേഖരൻ നായർ, കരിക്കത്തിൽ തങ്കപ്പൻപിള്ള, MA. രാജഗോപാൽ, S. സുരേന്ദ്രൻ നായർ, ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, R. ബാലചന്ദ്രൻ പിള്ള, S. രവീന്ദ്രൻ നായർ, V. അജിത് കുമാർ തുടങ്ങിയവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത കാറ്റിലും മഴയിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. ആനവട്ടക്കൊങ്കലിൽ 12 വീടുകൾ തകർന്നു, മരങ്ങൾ കടപുഴകി, വൈദ്യുത ബന്ധവും തകരാറിൽ. PC ജോർജിനും KB ഗണേഷ് കുമാർ MLAയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മാണി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്. സരിതയുടെ കത്തിന്റെ ഉറവിടം പത്തനാപുരത്തെന്നും ബെന്നി കക്കാട്. PJ ജോസഫിനെ പാർട്ടി ചെയർമാനാക്കി കേരള കോൺഗ്രസ് എം നിലവിലെ പ്രതിസന്ധി തരണം ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം. കേരള കോൺഗ്രസ് B അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണ അവസ്ഥയിലെന്നും കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മോഹനൻ പിള്ള. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട്